മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 19-ാം സങ്കീർത്തനം 14-ാം തിരുവാക്യം. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സ്വീകാര്യമാകട്ടെ. സങ്കീർത്തകനായ ദാവീദിന്റെ ഹൃദയനുറുക്കത്തോടുകൂടിയ പ്രാർത്ഥനയാണിത്. എൻ്റെ കർത്താവേ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരവും അങ്ങയുടെ സന്നിധിയിൽ സ്വീകാര്യമാകട്ടെ. അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും കർത്താവിനെ പ്രസാദകരമായാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടുകയാണ്. ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ അഭിഷേക തീയായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഇത്രത്തോളം നമ്മള് കരം പിടിച്ച് നയിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത്, കർത്താവ് നൽകിയ വിവിധങ്ങളായ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് ആനന്ദത്തോടെ നമ്മളെ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അത്ഭുതത്തിന്റെയും കൃപയുടെയും ആത്മാവായി ഇറങ്ങി വരുന്ന സമയം. അനേക രോഗശാന്തികൾ കർത്താവ് വർഷിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ സ്തുതി ആരാധനയിലൂടെ അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുവാൻ ഒരുമിച്ച് എല്ലാം മറന്ന് നന്ദിയോടെ കർത്താവിനെ പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. ആനന്ദത്തോടെ പാടി പ്രാർത്ഥിച്ച് എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. സ്വന്തം ജീവൻ തന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായി എന്നെ ഏറ്റവൻ യേശുവേ, അങ്ങനെ വീണ്ടെടുത്ത് രക്ഷിച്ചവനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ജീസസ്. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിയിടും, നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. ഹൃദയം തുറന്ന് അതരം തുറന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഇറങ്ങട്ടെ. യേശുവേ രക്ഷകൻ ആർത്തു പാടിയിടും ഞാൻ, യേശുവേ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. സ്വരമെടുത്ത് വിളിക്കുന്നു യേശുവേ. ആ നാമത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. യേശു നാമ ശക്തിയാ പതിനായിരങ്ങൾ നിറയപ്പെടട്ടെ. യേശുവേ രക്ഷകൻ ആർത്തു പാടിയിടും ഞാൻ,
യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും ഞാൻ, യേശുവേ ജീവിച്ചിടും. ഹൃദയം തുറന്ന് വിളിച്ചേ, യേശുവേ ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും ഞാൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ യേശു നാമ ശക്തി തിരിച്ചറിഞ്ഞ് അത്ഭുത നാമത്തെ, വിമോചിപ്പിക്കുന്ന നാമത്തെ, അനുഗ്രഹിക്കുന്ന നാമത്തെ സ്വരമെത്തി വിളിക്കുന്നു. യേശുവേ അത്ഭുതങ്ങളുടെ കർത്താവേ, കരങ്ങൾ നീട്ടണമേ. അങ്ങനെ ശക്തിയുടെ കരങ്ങൾ, കൃപയുടെ കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടിത്തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല പാപ രോഗ ശാപബന്ധനത്തിന്റെ ശക്തികള് യേശു നാമ തീയിൽ കരിഞ്ഞ് ചാരമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാ ശുശ്രൂഷകളെ വെച്ചെടുക്കണമേ. അവിടെ അഭിഷേകം ചെയ്യണമേ. എല്ലാറ്റിനെയും ക്രമപ്പെടുത്തണമേ. എല്ലാ കുരുക്കുകളും അടിക്കണമേ. എല്ലാ കെട്ടുകളും പൊട്ടിക്കണമേ. എല്ലാ അടിസ്ഥാനങ്ങളും തകർക്കണമേ. സകല ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവേ ശക്തിയെ പകരണമേ. കർത്താവേ സാന്നിധ്യം പകരണമേ. കർത്താവേ മഹത്വത്താൽ ഞങ്ങളെ പൊതിയണമേ. കർത്താവേ തേജസ്സിനാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ ഞങ്ങളെ കഴുകണമേ. തിരിച്ചോരയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാവിധ മലിനതകളിൽ നിന്ന്, എല്ലാവിധ അശുദ്ധികളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ കഴുകണമേ. അനുഗ്രഹത്തെ തടയുന്ന എല്ലാ പാപത്തിന്റെ കെട്ടുകളും യേശു നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെരൂബുകളോട് ചേർന്ന് ഹല്ലേലൂയ പാടി ഞങ്ങൾ സ്തുതിക്കുന്നു. സെറാഫുകളോട് ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പാടി കർത്താവേ അങ്ങേ ആരാധിക്കുന്നു. താങ്ക് യു, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, പരിശുദ്ധാത്മാവിനെ പകർന്നതിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയതിനായി, ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ കൂടുതൽ ഉണർത്തിയതിനായി നന്ദി, നന്ദി കർത്താവേ. കർത്താവിന്റെ ആത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ ദൈവവചനത്തിന് അതിശക്തമായ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നാവ് കൊണ്ട് പാപം ചെയ്യരുത്. ദൈവമക്കൾ നാവ് കൊണ്ട് പാപം ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ശക്തമായ മുന്നറിയിപ്പാണിത്. നാവ് കൊണ്ട് നമ്മൾ പാപം ചെയ്യരുത്. ഇന്ന് അനേകരുടെ ജീവിതം ദുരിതത്തിലായിരിക്കുന്നത്. പല കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും നമ്മുടെ ആവശ്യങ്ങളിലേക്കെല്ലാം ദൈവാനുഗ്രഹം കടന്നു വരുവാൻ തടസ്സമായി നിലകൊള്ളുന്നത് നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഇതിനെ ലാഘവമായി കാണുകയാണ്. ഞാൻ വലിയ ബാങ്ക് കവർച്ചയ്ക്ക് പോകുന്നില്ല, ഞാൻ വ്യഭിചാരം എന്ന പാപം ചെയ്യുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ കുറച്ച് പാപങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ലാഘവമായി നിസ്സാരമായി നമ്മൾ കാണുന്ന ചില പാപങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ പാപങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ വളരെ ഘോരമേറിയതാണ്. ഇത്തരത്തിലുള്ള ചില പാപങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെ, നമ്മുടെ മക്കളും തലമുറകളും പ്രാപിക്കേണ്ട ദൈവിക കൃപാവരങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് കുടുംബങ്ങൾക്കും സമർപ്പിത സമൂഹങ്ങൾക്കും നൽകുന്ന ശക്തമായ ആലോചനയാണ് നമ്മുടെ നാവിനെ നാം ഏറ്റവും
വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അപ്പോസ്തലൻ യാക്കോബ് സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. എത്ര ശക്തമായ തിരുവചനമാണിത്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. ആരാണ് പെർഫെക്റ്റ് മാൻ? വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പൂർണ്ണരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം സംസാരത്തിൽ തെറ്റുവരുത്താതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ അധരത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ജെറമിയ പ്രവചനം 15-ാം അധ്യായം 19-ാം വചനം വായിക്കുമ്പോൾ എത്രമാത്രം ഉന്നതമായ പദവിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിന്റെ നാവായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്, വിലക്കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. എന്താണ് കർത്താവിന്റെ നാവിന്റെ പ്രത്യേകത? കർത്താവ് സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്. കർത്താവ് സംസാരിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകരുകയാണ്. കർത്താവ് സംസാരിക്കുമ്പോൾ കഠിന ഹൃദയങ്ങൾ മാനസാന്തരപ്പെടുകയാണ്. ആത്മപകർച്ചയുണ്ടാവുകയാണ്. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കർത്താവിന്റെ ശബ്ദത്തിലുണ്ട്. ഈ ഒരു പവറാണ് പരിശുദ്ധാത്മാവ് നമുക്കൊക്കെ തന്നിരിക്കുന്നത്. നമ്മളിന്ന് ചിന്തിച്ചു നോക്കി, എത്ര ഉന്നതമായ പദവിയാ നമുക്ക് ലഭിച്ചിരിക്കണം അല്ലേ? എൻ്റെ സഹോദര സഹോദരി, കർത്താവിന്റെ നാവായി ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനുണ്ടോ? എന്നാൽ ഇന്ന് പലപ്പോഴും കർത്താവിന്റെ നാവായി മാറേണ്ട നമ്മള് പിശാചിന്റെ നാവായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 18-ാം വചനത്തിൽ പറയാം, വാളിന്റെ വാൾത്തല മൂലം അനേകർ വീണിട്ടുണ്ട്, എന്നാൽ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലും ഏറെയാണ്. എത്ര പേരാണ് നാവ് കൊണ്ട് വീണു പോയിരിക്കുന്നത്? നമ്മുടെ തെറ്റായ സംസാരം മൂലം എത്ര പേര് നമ്മൾ കൊന്നിരിക്കുന്നത്, എത്ര പേര് മുറിപ്പെടുത്തിയിരിക്കുന്നു, എത്രയോ ജീവിതങ്ങളെ നമ്മൾ വലിയ പ്രയാസത്തിലേക്ക് കടത്തിവിട്ടിരിക്കുന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നു, എത്രയോ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു തെറ്റായ സംസാരം മൂലം. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ വാളുകൊണ്ട് വീഴ്ത്തപ്പെട്ടതിനേക്കാളും വളരെ 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 ഏറെയാണ്. അപ്പോസ്തലൻ പൗലോസ് നമ്മുടെ നാവിനുള്ള ബന്ധത്തിൽ എന്താണ് സഭയെ പഠിപ്പിക്കുന്നത്? റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 13-ാം വചനത്തിൽ പൗലോസ് പറയാണ്, നമ്മുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഈ നാവിന്റെ അടിയില് എന്തുണ്ടെന്ന വചനം പറയുന്നത്? സർപ്പവിഷം. സർപ്പവിഷമുണ്ട്. അത്രയും ഭയങ്കരമാണത്. നമ്മൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അനേകര് നശിച്ചു പോകാൻ ഇതുമൂലം സാധ്യതയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. എന്നാൽ സങ്കീർത്തകനായ ദാവീദ് പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി ഈ സർപ്പം എന്ത് സർപ്പമാണെന്ന് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. 140-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനമാണ്. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ അണലിയുടെ വിഷമുണ്ട്, അണലിപ്പാമ്പിന്റെ വിഷം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് അണലിയുടെ വിഷത്തിന്റെ പ്രത്യേകത? അണലി കടിച്ചാൽ വിവരറിയും, നമ്മൾ മരണം സംഭവിക്കും. അത്ര അപകടകാരിയാണ് അണലിപ്പാമ്പ്. ഇത്രമാത്രം ഡേഞ്ചറസ് ആണ്. നമ്മുടെ നാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നാവ് കൊണ്ട് ഒരുപാട് തെറ്റുകൾ നമുക്കറിയാം. ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെ ഒക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പരത്തി. ചിലപ്പോൾ സത്യമാകാന്നേ, ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ അതിൽ യാതൊരു യാഥാർത്ഥ്യം ഉണ്ടാവില്ല.
ഇനി സത്യമാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പറയാൻ കർത്താവ് നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ, അനാവശ്യമായ കാര്യങ്ങളിൽ ദൈവമക്കൾ വ്യാപരിക്കരുതെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് ആവർത്തിച്ച് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദര, നിന്റെ ജീവിതം, നിന്റെ കുടുംബം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയ സഹോദരി, നിന്റെ തലമുറയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ, നമ്മുടെ സഭാ കൂട്ടായ്മകളിൽ, നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ ദൈവശക്തിയുടെ വെളിപ്പെടൽ ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചില നിലപാടുകൾ ഉണ്ടാകണം. നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇതിനുള്ള ബന്ധത്തിൽ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിലോട്ട് വരിക. 28-ാം അധ്യായം 13-ാം തിരുവചനം എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു വചനമാണത്. നമ്മൾ ഓരോരുത്തരും വചനം ശരിക്കും നോട്ട് ചെയ്യണം. അവിടെ ദൈവത്തിന്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവരാണ്. എന്തൊരു വചന ഇത്! മനസ്സിലായോ സഹോദര? ഈ വചനം മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ നിനക്ക്? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവരാണ്. കഠിനമായൊരു വചനം. എന്താ ഈ പരദൂഷണം? ഓടെയുള്ളവരെ ദുഷിച്ചു പറയാ, അവർക്കെതിരെ ദൂഷണം പറയാ. അത് വീട്ടിലുള്ളവരാകാം, ബന്ധുമിത്രങ്ങളാകാം, അധികാരികളാകാം, സഹപ്രവർത്തകരാകാം, നമ്മൾ വേദനിപ്പിച്ചവരാകാം, ആരുമാകട്ടെ. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയാ, ദുഷിച്ചു പറയാ, കർത്താവിന്റെ സന്നിധിയിൽ വളരെ ഗുരുതരമായ പാപമാണെന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പൈതലെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. മറ്റുള്ളവരെ ദുഷിക്കുന്ന സ്വഭാവം നിനക്കുണ്ട്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അത് ശരിയാകാന്നേ. പക്ഷെ ദുഷിച്ചു പറയാൻ ആരാ നിനക്ക് അധികാരം തന്നിരിക്കുന്നത്? കർത്താവ് അതിന് നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ? പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് അനേകര് പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. അവൻ പറഞ്ഞത് ശരിയല്ല, അവൻ ചെയ്തത് ശരിയല്ല, എനിക്കിനി മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഇത് പറഞ്ഞാണ് പലപ്പോഴും അവരോട് ഇവരോടും പല കാര്യങ്ങളും പറഞ്ഞ് പരത്തി നടക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പരദൂഷണം പറയാൻ നമുക്ക് അധികം വഴികളില്ലായിരുന്നു. ഇന്നിപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇന്റർനെറ്റ് ഇതിലൂടെ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് 10,000-ങ്ങളിലേക്കാണ് പരദൂഷണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശാപഗ്രസ്തരായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവ് ആരെയും ശപിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. പരദൂഷണം വഴി, യേശുവിനെ വഴി ഞാനും നിങ്ങളും സ്വയം ശാപഗ്രസ്തരായി തീരുകയാണ്. ശാപഗ്രസ്തരായവന്റെ അനുഭവം എന്താണ്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. കായന്റെ ജീവിതം നോക്ക്. സ്വന്തം സഹോദരനായ ആബേലിനെ കപടതയിലൂടെ കായൻ കൊലപ്പെടുത്തി. ആബേലിന്റെ രക്തം നിലവിളിക്കുകയാണ് ദൈവസന്നിധിയിൽ. കായൻ ശാപഗ്രസ്തനായി അവന്റെ പ്രവൃത്തി വഴി കർത്താവ് അവനോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. 4-ാം അധ്യായത്തിൽ എന്താണ് കർത്താവ് പറയുന്നത്? ഒന്ന്, നീ കൃഷി ചെയ്യും, പക്ഷേ നിനക്കതിന്റെ ഫലം അനുഭവിക്കാൻ കഴിയുകയില്ല. പ്രിയ സഹോദര സഹോദരി, ശപിക്കപ്പെട്ടതിന്റെ റിസൾട്ട് അതാണ്. ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ അധ്വാനിക്കുക, പണിയെടുക്കുക, അത് ഏത് മേഖലയിലാണെങ്കിലും റിസൾട്ട് കൊയ്യാൻ പറ്റുന്നില്ല. എത്രയോ വ്യക്തികൾ ഇതുമൂലം വേദനിച്ച് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മശോധന ചെയ്യണം. എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ തെറ്റായ സംസാരിച്ചത് മൂലം, ദുഷിച്ച് സംസാരിച്ചത് മൂലം, പരിഹസിച്ചത് മൂലം, നിന്ദിച്ചത് മൂലം, പല അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയത് മൂലം ആരെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും വേദനയേറ്റിട്ടുണ്ടോ? ആരെങ്കിലും മാനസികമായി മുറിവേറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഹൃദയം പൊട്ടി അനുദപിച്ച് നിലവിളിക്കാനുള്ള സമയമാണിത്. നിനക്ക് ഫലം തരികയില്ല. നീ ബിസിനസ്സുകാരനാണെങ്കിലും, കർഷകനാണെങ്കിലും, ആത്മീയ ശുശ്രൂഷകനാണെങ്കിലും, നമ്മൾ ആര് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളർച്ചയുണ്ടാവുകയില്ല, മുന്നേറ്റം ഉണ്ടാവുകയില്ല, നമുക്ക് പുരോഗതി പ്രാപിക്കാൻ പറ്റുകയില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞു, നീ അലഞ്ഞു തിരിഞ്ഞു നടക്കും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ എന്താ അതിനർത്ഥം? നീ ഗതി പിടിക്കില്ല എന്ന്. ചില ആൾക്കാർക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഗതി പിടിക്കുന്നില്ല. ജീവിതത്തിൽ അവർക്ക് ഒന്നും ആകാൻ കഴിയുന്നില്ല. ഇപ്രകാരം വേദനിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്.
സഹോദര സഹോദരി പരിശോധിക്കണം. നമ്മുടെ അനാവശ്യമായ സംസാരവും ഇടപെടലും പ്രവർത്തികളും വഴി ആർക്കെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. തിരുവെഴുത്ത് പറയുന്നു, പരദൂഷകരും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒന്നാമത്തെ തീരുമാനം എന്താ? നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാനും നമ്മളെല്ലാവരും ദൈവാനുഗ്രഹം പ്രാപിക്കാനും പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ആരുടെയും കുറ്റം പറയുകയില്ല. പറയുന്ന കാര്യത്തിൽ വാസ്തവമുണ്ടെങ്കിൽ ശരിയുണ്ടെങ്കിൽ പോലും ഞാൻ ആരുടെയും കുറ്റം പറയുകയില്ല. ഞാൻ ആരെയും അനാവശ്യമായി വിമർശിക്കുകയില്ല. ഞാൻ കളിയാക്കുകയില്ല. ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കുകയില്ല, അവരെ നിന്ദിക്കുകയില്ല. ഈ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ തീരുമാനം എന്തായിരിക്കണം? പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവർക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല, അവർ സമാധാനത്തിൽ കഴിയുകയില്ല. ചിലരെങ്കിലും ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ഞാൻ ആരുടെയും കുറ്റം പറയാറില്ല, ഞാൻ ആരെയും അധികം പരിഹസിക്കാറില്ല, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ എന്നെ പറഞ്ഞ് പരത്തി നടക്കാറില്ല. നല്ല കാര്യം. എന്നാൽ കുറ്റം പറയുന്നത് നീ കേൾക്കാറുണ്ടോ? അപവാദം പറയുന്നത് കേൾക്കാൻ നീ ചെവി കൊടുക്കാറുണ്ടോ? മറ്റുള്ളവരെ നെഗറ്റീവ് പറയുമ്പോൾ നീ അത് കേട്ടിരിക്കാറുണ്ടോ? കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തമായ ഭാഷയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിനക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനം അനുഭവിക്കാൻ കഴിയാത്തതിന് കാരണം, ആനന്ദം അനുഭവിക്കാൻ കഴിയാത്തതിന് കാരണം, നമുക്ക് പലപ്പോഴും ആത്മസംതൃപ്തിയോടെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്തതിന്റെ ഒരു അടിസ്ഥാന കാരണം അപവാദങ്ങൾക്ക്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നത് ചിലപ്പോൾ അധികാരികളുടെ ആയിരിക്കാം, ചിലപ്പോൾ സഹപ്രവർത്തകരുടെ ആയിരിക്കാം, ചിലപ്പോൾ കുടുംബാംഗങ്ങളുടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ വേദനിപ്പിച്ചവരുടെ ആയിരിക്കാം. ഇതൊക്കെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഇത് തനി ജഡീകവും പൈശാചികവുമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് രണ്ടാമത്തെ തീരുമാനം എന്തായിരിക്കണം? മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നമുക്ക് ബോധ്യത്തോടെ പറയാൻ പറ്റണം, ആരുടെയും കുറ്റം എന്നോട് പറയണ്ട, എനിക്ക് ആരുടെയും കുറ്റം കേൾക്കണ്ട. കുറ്റം പറച്ചിലുകൾ ഒരു കാരണവശാലും നമ്മൾ കേൾക്കുകയോ അത് പ്രോത്സാഹിപ്പിക്കരുത്. നീ പറഞ്ഞില്ലെങ്കിലും നീ അപവാദത്തിനും കുറ്റം പറച്ചിലിനും നീ ചെവി കൊടുത്താൽ അത് വലിയ അപകടമാണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നിനക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല, സമാധാനത്തിൽ ജീവിക്കാൻ, ആത്മശക്തിയിൽ വളരാൻ നിനക്ക് സാധിക്കാതെ വരും. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ തകർച്ചയുടെ അടിസ്ഥാന കാരണം ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഭക്തർ വീഴുമ്പോൾ നീ ആനന്ദിക്കരുത്, നീ കെണിയിൽ അകപ്പെടും. ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികള്, ദൈവം വിളിച്ചവര്, ദൈവം തെരഞ്ഞെടുത്തവര്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ്, അത് ആഘോഷിക്കപ്പെടുകയാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റു പലതിലൂടെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ കെണിയിൽ അകപ്പെട്ടു പോകുമെന്ന് വ്യക്തമായി വചനം പറയുകയാണ്. അവൻ മരിക്കുന്നതിന് മുൻപ് വേദന അവനെ പിടികൂടും. എന്തൊരു വചനം! ഞാനിത് വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. എന്നാ വാക്കാണെന്നാ പറയണേ. അവൻ മരിക്കുന്നതിന് മുൻപ് വേദന അവനെ പിടികൂടുന്ന ആരെ? ഭക്തന്റെ വീഴ്ചയിൽ ആനന്ദിക്കുന്നവനെ. ഭക്തന്റെ വീഴ്ചയിൽ അത് ആഘോഷിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ മരിക്കണേക്കാൾ മുൻപ് വേദനകൾ അവരെ വരിഞ്ഞു മുറുക്കും, പിടികൂടും. എത്ര അർത്ഥവത്താണെന്നറിയതൊക്കെ. സുഭാഷിത പുസ്തകം 9-ാം അധ്യായം 12-ാം വചനത്തിൽ ഇവിടെ മനോഹരമായൊരു തിരുവാക്യമുണ്ട്. നീ പരിഹസിച്ചാൽ നീ തന്നെ ഏൽക്കേണ്ടി വരും. നമ്മൾ അടിവരയിടേണ്ട തിരുവചനമാണ്. നീ പരിഹസിച്ചാൽ നീ തന്നെ ഏൽക്കേണ്ടി വരും. ഞാൻ ആരെയാണോ പരിഹസിക്കുന്നത് ആ പരിഹാസം നിന്റെ മേൽ തന്നെ നിബന്ധിക്കുമെന്ന് കർത്താവ് പറയാണ്. അപ്പൊ ഇന്ന് എന്തുകൊണ്ട് അനേകർ അനുഗ്രഹം പ്രാപിക്കാത്തത്? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ?
നമ്മൾ ശാപഗ്രസ്തമായ അനുഭവത്തിൽ നിന്നിട്ട് കൈ ഉയർത്തി യേശുവേ യേശുവേ എന്ന് എന്തോരം നിലവിളിച്ചാലും സ്വർഗം തുറക്കപ്പെടൂ? ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി പ്രവർത്തിക്കൂ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരാത്തതിന് കാരണം, പലപ്പോഴും പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാത്തതിന് കാരണം പരദൂഷണങ്ങള്, ഏഷണികള്, പരിഹാസ വാക്കുകള്, നിന്ദാവചനങ്ങള്, മുറിപ്പെടുത്തുന്ന വാക്കുകള്, കുറ്റപ്പെടുത്തുന്ന വാക്കുകള്, മുൻവിധിയുടെ വാക്കുകള്, ചീത്ത വാക്കുകള്, വ്യർത്ഥമായ സംസാരങ്ങള്, ഇത്തരത്തിലുള്ള പൈശാചികമായ അടിമത്തങ്ങളാണ്. പലപ്പോഴും കർത്താവിന്റെ നാവായി മാറേണ്ട നമ്മള് പിശാച്ചിന്റെ നാവായി മാറുന്നു. യാക്കോബിന്റെ ലേഖനം 3:6 പറയുന്നുണ്ട്, നാവ് തീയാണ്, നാവ് തീയാണ്, നരകത്തിന്റെ അഗ്നിയിൽ ജ്വലിക്കുന്ന നാവ്. പലപ്പോഴും പിശാച്ച് നരകത്തിന്റെ തീ നമ്മുടെ നാവിൽ കൊളുത്തുകയാണ്. ഈ തീയാണ് പലപ്പോഴും ഇന്ന് തുപ്പിക്കൊണ്ടിരിക്കുക. കൂട്ടായ്മകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് ഒക്കെ ഈ തീ ഇങ്ങനെ തുപ്പി 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 10,000-കണക്കിന് ആൾക്കാരാണ് ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത്. നാവ് തീയാണ്, അത് നരകത്തിന്റെ അഗ്നിയിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാക്കോബിന്റെ വാക്കുകള് നമ്മൾ മറക്കരുത്. അത് പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 6-ാം അധ്യായം 20 മുതൽ വാക്യം നിങ്ങൾ വായിക്കണം. നീ പരിഹസിച്ചാൽ, നീ നിന്ദിച്ചാൽ, നീ തന്നെ അത് അനുഭവിക്കേണ്ടി വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ദാവീദിന്റെ ഭാര്യയായി മിഖാല്. സമാഗമ കൂടാരത്തിന് മുൻപിൽ ഒരു ഇടയ ചെറുക്കനായ തന്നെ പിടിച്ച് ഇസ്രായേൽ മുഴുവന്റെ രാജാവാക്കി ഉയർത്തിയ തന്റെ കർത്താവിന്റെ നാമത്തില് ദാവീദ് അങ്ങ് ഡാൻസ് ചെയ്യാണ്. അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ആ സമാഗമ കൂടാരത്തിന് മുൻപിൽ ദാവീദ് നൃത്തം ചെയ്ത് കർത്താവിനെ പാടി ആരാധിച്ചു. സ്ത്രീകളും കുട്ടികളും വലിയ പുരുഷാരത്തിന് മുൻപിലാണ് രാജാവായ ദാവീദ് എളിമപ്പെട്ട് കർത്താവിന് മുമ്പിൽ കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് നൃത്തം ചെയ്ത് സ്തുതിച്ചത്. ദാവീദിന്റെ ഭാര്യയായി മിഖാല് കൊട്ടാരത്തിന്റെ കിളിവാതിലിലൂടെ ഈ കാഴ്ച കാണുകയാണ്. അവൾ പരിഹാസതരത്തോടെ പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ? ഇത്രയും ആഭാസനാണോ താൻ? ഈ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളെ മുൻപിൽ വെച്ച് ഉടുതുണി പോലും ഇല്ലാതെ ഇങ്ങനെ തുള്ളിച്ചാടാൻ താങ്കൾക്ക് നാണമല്ലേ? താനൊരു രാജാവല്ലേ എന്ന് പറഞ്ഞ് ദാവീദിനെ പരിഹസിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, മിഖാലേ, ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലാണ് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിച്ചത്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ രാജപുത്രിയായി ജനിച്ചവളാണ്. ഞാൻ ഒരു ആട്ടിടയനായിരുന്നു. ഇടയ ചെറുക്കനായി എന്നെ പിടിച്ച് എൻ്റെ കർത്താവ് ഇസ്രായേൽ മുഴുവനെ രാജാവാക്കി മാറ്റിയെങ്കിൽ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇതിന്റെ അപ്പുറവും ചെയ്യും. ഞാൻ പാടി ആരാധിക്കുന്നതാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചു? മരണം വരെ മിഖാൽ സന്താനരഹിതയായി, അവൾക്ക് മക്കളുണ്ടായില്ല. നീ പരിഹസിച്ചാൽ നീ തന്നെ ഏൽക്കേണ്ടി വരും. മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒഴുകപ്പെടുന്ന അനേകം അനുഗ്രഹങ്ങളെ ഇന്ന് തടസ്സപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പൈശാചികമായ വാക്കുകളാണ്. അതുകൊണ്ട് നാവ് കൊണ്ട് നമ്മൾ ആരും പാപം ചെയ്യരുത്. നമ്മുടെ നാവിനെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിനെ അടിയറവ് വയ്ക്കണം. പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിന് കീഴിലാക്കണം. കർത്താവിന്റെ നാവായി ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ അതെത്ര ഉന്നതമായ പദവിയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കൊച്ചു വാക്കുകളിലൂടെ അനേകർക്ക് ആശ്വാസം, അനേകർക്ക് ആനന്ദവും, അനേകർക്ക് ആത്മപകർച്ചയും, അനേകർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്ന ദൈവരാജ്യത്തിന്റെ തീനാവുകളായി നമ്മളെല്ലാം രൂപപ്പെടട്ടെ. അതാണ് നമ്മളെക്കുറിച്ചുള്ള കർത്താവിന്റെ തിരുഹിതം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരും കടന്നു വരും. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.
മഹത്വമേ മഹത്വത്തിൻ കർത്താവേ